ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഏരിയയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, ഒരു പർട്ടിക്കുലർ ടോപ്പിക്കാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യനുകൾ നമുക്ക് വരാറുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുക, ഓരോ ഏരിയയും പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കും. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് നമുക്ക് നോക്കാം. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് എ മാനേജീരിയൽ ആക്ടിവിറ്റി വിച്ച് ഈസ് കൺസേൺഡ് വിത്ത് ദ പ്ലാനിങ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് firms financial resources. Financial management is a managerial activity. Financial management എന്ന് പറയുന്നത് എന്താണ്, ഒരു managerial activity ആണ് which is concerned with the planning and controlling of firms financial resources. ഒരു ഫേമിന്റെ ഫിനാൻഷ്യൽ റിസോഴ്സുകൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും യൂട്ടിലൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള മാനേജീരിയൽ ആക്ടിവിറ്റിയാണ് ഇതെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോളമൻ എസ്രയുടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ എഫിഷ്യന്റ് യൂസ് ഓഫ് ആൻ ഇമ്പോർട്ടന്റ് എക്കണോമിക് റിസോഴ്സസ് നെയിംലി ക്യാപിറ്റൽ ഗുഡ്സ്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് ഫിനാൻഷ്യൽ റിസോഴ്സ് അഥവാ എക്കണോമിക് റിസോഴ്സുകളുടെ എഫക്റ്റീവ് ആയിട്ടുള്ള യൂട്ടിലൈസേഷൻ ആണ്, എഫക്റ്റീവ് ആയിട്ടുള്ള അതിൻ്റെ എന്താണ് അതിനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആരാണ് പറഞ്ഞത്? സോളമൻ എസ്ര ആൻഡ് ജെ ജോൺ പ്രിങ്കിളിന്റെ ഡെഫിനേഷൻ ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ എന്താണ് എഫിഷ്യന്റ് യൂസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് എക്കണോമിക് റിസോഴ്സസ്. അപ്പം നിങ്ങൾ ഈ ഡെഫിനിഷൻസ് പറയുമ്പം കൃത്യമായിട്ട് പലരും ഇങ്ങനെ ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ അധികം ആളുകളുടെ ഡെഫിനിഷൻസ് എടുത്തിട്ട് പഠിക്കുക. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ചോദിക്കാനൊരു പർട്ടിക്കുലർ ഡെഫിനിഷൻ തന്നിട്ട് ഇത് ആര് പ്രപ്പോണ്ട് ചെയ്ത ഡെഫിനിഷനാണ്, അല്ലെ ആരുടെ വാക്കാണ് ഇതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഓരോ ടോപ്പിക്കുകളുടെ ഹെഡ് വരുന്നതിൻ്റെയൊക്കെ ഡെഫിനേഷൻസ് ഒന്ന് എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഇതിലേക്ക് പോകാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഏർലിയർ ദ ഒബ്ജക്റ്റീവ് ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഈസ് നൗ റീപ്ലേസ്ഡ് ബൈ ദ വെൽത്ത് മാക്സിമൈസേഷൻ. നേരത്തെ എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരുന്നു? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആയിരുന്നു. അത് റീപ്ലേസ് ചെയ്ത് വന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. The very objective of financial management is to maximize the wealth of the shareholders by maximizing the value of the firm. അപ്പോൾ എങ്ങനെയാ വെൽത്ത് മാക്സിമൈസ് ചെയ്യുന്നത്? The very objective of financial management is to maximize the wealth of shareholders. ഷെയർഹോൾഡേഴ്സിന്റെ വെൽത്ത് എന്ത് ചെയ്യാണ്? മാക്സിമൈസ് ചെയ്യാണ്. അതിലൂടെ എന്ത് മാക്സിമൈസ് ചെയ്യാനായിട്ട് നോക്കുകയാണ്? ഫേമിന്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യാനായിട്ട് നോക്കുക. അതെങ്ങനെയാണ്? ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്തുകൊണ്ട് ഫേമിന്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് പ്രൈം ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് റിഫ്ലക്ട് ഇൻ EPS. EPSൽ എന്ത് ചെയ്യാണ്? റിഫ്ലക്ട് ചെയ്യാണ്. അതായത് ഏർണിംഗ് പെർ ഷെയറിൽ എന്ത് ചെയ്യാണ്? റിഫ്ലക്ട് ചെയ്യാണ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർ. അപ്പോൾ ഇത്ര ഓർത്ത് വെക്കുക. എന്താണ് ഷെയർ ഹോൾഡേഴ്സിന് പ്രോപ്പറായിട്ട് അവർക്ക് വെൽത്ത് കൊടുത്തു കഴിയുമ്പോൾ അവർ എന്ത് ചെയ്യും? കൂടുതലായിട്ട് ഷെയറുകൾ വാങ്ങിക്കുക. ആ ഒരു ഷെയറിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? മാക്സിമൈസ് ചെയ്യും. ഇത് എന്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും? ഒരു ഫേമിൻ്റെ വാല്യൂവിനെ മാക്സിമൈസിലേക്ക് എത്തിക്കാനായിട്ട്. അതായത് ഇത് എന്തിൽ റിഫ്ലക്റ്റ് കൊണ്ടുവരും? EPSലെ ഏർണിംഗ് പെർ ഷെയറിൽ എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് കൊണ്ടുവരും. അതായത് മാർക്കറ്റ് പ്രൈസ്, ഒരു ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസിൽ എന്താണ് റിഫ്ലക്ഷൻ ഉണ്ടാക്കാനായിട്ട് ഏതിന് സാധിക്കും? ഈ എന്താണ് മാക്സിമൈസേഷൻ, അല്ലെ എന്ത് മാക്സിമൈസേഷൻ? വെൽത്ത് മാക്സിമൈസേഷൻ സാധിക്കും. സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടൊക്കെ വരുമ്പം തെറ്റിക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ദ ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നും സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നും ഒക്കെ പറയാറുണ്ട്. ദ ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു 3 മേജർ ഡിസിഷൻ. 3 മേജർ ഡിസിഷനുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ്. അത് ഏതൊക്കെ ഡിസിഷൻസ് ആണ്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻസിംഗ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. ഏതൊക്കെയാണ്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻസിംഗ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, എന്താണ് ഫിനാൻസിംഗ് ഡിസിഷൻ, എന്താണ് ഡിവിഡൻഡ് ഡിസിഷൻ. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സ്കോപ്പ് അല്ലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫംഗ്ഷൻസ് 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ, ഫിനാൻസിംഗ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ പ്രധാനമായിട്ടും എന്തിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്? ക്യാപിറ്റൽ ബഡ്ജറ്റിനെ കുറിച്ചും വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിനെ കുറിച്ചുമാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ ഫിനാൻസിംഗ് ഡിസിഷൻ്റെ അകത്ത് എന്തിനെ കുറിച്ചൊക്കെയാണ്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയും ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷനെ കുറിച്ചും ലിവറേജസിനെ
റിസോഴ്സിനെ കുറിച്ചുമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഡിവിഡൻഡ് ഡിസിഷന്റെ അകത്ത് ഡിവിഡൻഡ് പോളിസിയും അതുപോലെ റീറ്റെയിൻഡ് ഏർണിങ്സുമാണ് കൈകാര്യം ചെയ്യുന്നത്. ഇത്രയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. ഈ ഒരു ചാർട്ടിലുള്ള A to Z കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. അപ്പോൾ CCയുടെ ആപ്പിൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഏരിയകളെല്ലാം പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ? ദ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഈസ് കൺസേൺഡ് വിത്ത് ദ സെലക്ഷൻ ഓഫ് അസറ്റ്സ് ഇൻ വിച്ച് ദ ഫണ്ട്സ് വിൽ ബി ഇൻവെസ്റ്റഡ് ബൈ ദ ഫേം. ഒരു ഫേം ഏത് അസറ്റിന്മേൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഡിസിഷനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഒരു ഫേമിന് ഉള്ള ഫണ്ട് അവർ ഏത് അസറ്റിന്മേൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഡിസിഷനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇത് അസറ്റ്സ് ഓഫ് ദ ബിസിനസ് ഫേം ഇൻക്ലൂഡ് ലോങ് ടേം അസറ്റ്സ് ആൻഡ് ഷോർട്ട് ടേം അസറ്റ്സ്. ഓർത്ത് വെച്ചേ, അസറ്റ്സുകൾ എങ്ങനെയാണ്? ലോങ് ടേം ആയിട്ടുള്ളത് ഉണ്ടായിരിക്കും, ഷോർട്ട് ടേം ആയിട്ടുള്ളതായിരിക്കും. ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഡിസിഷനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിക്കണം. എന്താണ്? ദ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഈസ് നോൺ ആസ് capital budgeting. The long term investment decision is known as capital budgeting, and the short term investment decision is identified as working capital management. കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമിന്റെ ഫണ്ട് ഏത് അസറ്റിന്മേൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇത് എന്താണ്? ഷോർട്ട് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ് അതിനെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്നും, ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണെങ്കിൽ അതിനെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗും എന്നാണ് അറിയപ്പെടുന്നത്. കൃത്യമായി മനസ്സിലാക്കി വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കണം. അസേർഷൻ റീസൺ ആയിട്ടും സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടും ഒക്കെ ക്വസ്റ്റ്യൻ വരും. അടുത്തതാണ് ഫിനാൻസിംഗ് ഡിസിഷൻ. ദ ഫിനാൻസിംഗ് ഡിസിഷൻ ഈസ് കൺസേൺഡ് വിത്ത് ദ mix of finance financing decision is concerned with the capital mix, financing mix and capital structure of the firm. അപ്പോൾ ഫിനാൻസിംഗ് ഡിസിഷൻ മൂന്ന് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഏതൊക്കെയായിട്ടാണ്? ക്യാപിറ്റൽ മിക്സും, ഫിനാൻഷ്യൽ മിക്സും, അതുപോലെ തന്നെ എന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചറുമായിട്ട്. ദ ടേം ക്യാപിറ്റൽ സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോണം. ദ ടേം ക്യാപിറ്റൽ സ്ട്രക്ചർ refers to the proportion of debt capital and equity of the ഫേം. ഒരു ഫേമിന്റെ അല്ല ഒരു കമ്പനിയുടെ ഡെപ്റ്റ് ക്യാപിറ്റൽ എത്ര വേണം, ഇക്വിറ്റി ക്യാപിറ്റൽ എത്ര വേണം എന്നതിന്റെ ആ ഒരു പ്രപ്പോർഷനെയാണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു ഫേമിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ ടേം ക്യാപിറ്റൽ സ്ട്രക്ചർ റെഫേഴ്സ് ടു ദ പ്രപ്പോർഷൻ ഓഫ് ഡെപ്റ്റ്. എത്ര പ്രപ്പോർഷൻ ഡെപ്റ്റ് വേണം, അല്ലെ എത്ര പ്രപ്പോർഷൻ ഇക്വിറ്റി വേണം എന്ന് തീരുമാനിക്കുന്നതിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫിനാൻസിംഗ് ഡിസിഷൻ of the firms related to the financing mix. Financing decision എന്തുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഫിനാൻസിംഗ് മിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. This must decided to taking into the accounts to the cost of capital, return, risk, return and return to the shareholders. എന്താ പറഞ്ഞിരിക്കുന്നത്? This must be decided to taking into the accounts of. അപ്പോൾ ഈ ഒരു ഡിസിഷന്റെ അകത്ത് ഏതൊക്കെ അക്കൗണ്ട്സ് ഇവർ ടേക്ക് ചെയ്യുന്നുണ്ട്? The cost of capital, risk and return of the share ഹോൾഡേഴ്സ്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഫിനാൻസിംഗ് ഡിസിഷൻ. ആൻഡ് തേർഡ് വൺ ആണ് ഏതെന്ന് പറയുന്നത്? ഡിവിഡൻഡ് ഡിസിഷൻ. ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവിഡൻഡ് പോളിസീസ് ആർ കൺസേൺഡ് വിത്ത് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ഓഫ് ദി ഫേംസ് ടു ദ ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഒരു ഫേമിനുള്ള പ്രോഫിറ്റ് എത്രത്തോളം ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എത്രത്തോളം കമ്പനിയിൽ റീറ്റെയിൻ ചെയ്ത് വെക്കണം എന്ന് തീരുമാനിക്കുന്ന ഡിസിഷനെയാണ് ഏതെന്ന് പറയുന്നത്? ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. ദ ഡിവിഡൻഡ് പോളിസി ഡിസിഷൻസ് ആർ കൺസേൺഡ് വിത്ത് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ഓഫ് എ ഫേം to the shareholders. How much of the profit should be paid as dividend? Dividend payout ratio എത്രത്തോളം ഡിവിഡൻഡ് ആയിട്ട് പേ ചെയ്യണം, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എത്രയാണ്, ഇങ്ങനെയൊക്കെ തീരുമാനിക്കുന്ന ഡിസിഷനാണ് ഏതെന്ന് പറയുന്നത്? ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. The decision will be depend upon the preference of the shareholders, investment opportunity, availability with the firm and the availability with the firms and the opportunity for the future expansion of the firm. മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കണേ.
എന്താണ് ദ ഡിസിഷൻ വിൽ ബി ഡിപ്പെൻഡ് അപ്പോൺ, ഈ ഡിസിഷൻ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ദ പ്രിഫറൻസ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സിന്റെ പ്രിഫറൻസ്, ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ വിത്ത് ദ ഫേമിന് അവൈലബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി, അതുപോലെ തന്നെ ദ ഓപ്പർച്യൂണിറ്റി ഫോർ ദ ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഓഫ് ദി ഫേം. ഈ ഫേമിന് എന്താണ് ഫ്യൂച്ചറിൽ ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി മുന്നിൽ ഉണ്ടെങ്കിൽ ഇവർ മുഴുവനും ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറ്റുമോ? ഇല്ല, ഇവർ എന്ത് ചെയ്യണം, കുറച്ച് എന്ത് ചെയ്യണം, റിട്ടേൺ ആയിട്ട് വെക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് എന്ത് തീരുമാനിക്കുന്നത്, ഈ ഡിവിഡൻഡ് ഡിസിഷൻ തീരുമാനിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ട് ഈ ഏരിയകളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പ്രാധാന്യത്തോടു കൂടി ഈ ഏരിയ പഠിക്കണം കേട്ടോ. കൃത്യമായ സ്ട്രാറ്റജിയോട് കൂടി തന്നെ പഠിക്കണം. നമ്മുടെ CC-യിലെ വിദഗ്ധ അധ്യാപകർ നയിക്കുന്ന നെറ്റ് കൊമേഴ്സിന്റെ നെറ്റ് മാനേജ്മെന്റിന്റെ ഒക്കെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. മാനേജ്മെന്റ് നെറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നെറ്റാണ്. ഓരോ തവണത്തെ എക്സാം കഴിയുമ്പോഴും നമുക്കറിയാം അതിന്റെ പാറ്റേണിൽ ഉണ്ടാകുന്ന ചേഞ്ചും ക്വസ്റ്റ്യൻ അകത്ത് വരുന്ന മാറ്റങ്ങളും ഒക്കെ മനസ്സിലാക്കി തന്നെ നമ്മൾ പഠിക്കണം. അപ്പോൾ അതിനായിട്ട് CC-യുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. CC-യുടെ ലോങ് ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, 60 ഡേയ്സിന്റെ ലോങ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന നമ്മളുടെ ഡിസംബറിൽ വരുന്ന എക്സാം ഒക്കെ വളരെ ഈസി ആയിട്ട് എഴുതാനും അതുപോലെ തന്നെ അടുത്ത എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കാനുമായിട്ടും ഒക്കെ സാധിക്കും. അപ്പം നമ്മളുടെ 60 ഡേയ്സ് റാപ്പിഡ് റിവിഷൻ ബാച്ച് എന്ത് ചെയ്യാൻ പോവുകയാണ്, ആരംഭിക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ ആ ഒരു ബാച്ച് ഓപ്പൺ ആയിട്ടുണ്ട്, നിങ്ങൾ ജോയിൻ ചെയ്യുക. കൃത്യമായ സ്ട്രാറ്റജിയോടുകൂടി സിലബസ് ഒക്കെ മുന്നിൽ കണ്ട് A to Z കാര്യങ്ങൾ പഠിപ്പിച്ചാണ് നമ്മൾ പോകുന്നത്. ജനറൽ പേപ്പറും ഇംഗ്ലീഷും കൊമേഴ്സും എക്കണോമിക്സും മാനേജ്മെന്റും CSIR ഫിസിക്സും ഒക്കെ അവൈലബിൾ ആണ്. PDF നോട്ടും ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും എല്ലാം ഉണ്ട്. എന്തെല്ലാം നെറ്റ് ക്വാളിഫൈഡ് ആകാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതെല്ലാം CC-യിൽ അവൈലബിൾ ആണ്. നമ്മളുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക, കൃത്യമായ സ്ട്രാറ്റജിയോടുകൂടി പഠിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ എക്സാം ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അടുത്തൊരു ഏരിയയിലേക്ക് പോവാണ്. അടുത്തൊരു ഏരിയ ആണ് എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് ഫിനാൻസ്. സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് എന്താണ്? ദ സോഴ്സ് ഓഫ് ഫിനാൻസ് ഫോർ ബിസിനസ് ആർ ഇക്വിറ്റി, ഡെപ്റ്റ്, ഡിബഞ്ചേഴ്സ്, റീറ്റേൺ ഏർണിംഗ്സ്, അത് ടേം ലോണ്, വർക്കിംഗ് ക്യാപിറ്റൽ ലോണ്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, യൂറോ ഇഷ്യൂസ്, വെഞ്ചർ ഫണ്ടിങ് എക്സെട്ര. ഡിഫറെൻറ്റ് സോഴ്സസുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ സോഴ്സ് ഓഫ് ഫണ്ട്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. കണ്ടോ, സോഴ്സ് ഓഫ് ഫിനാൻസ് അതായത് ബേസിക് ആയിട്ടുള്ള ലോങ് ടൈം ആയിട്ടുള്ള സോഴ്സ് ഉണ്ട്, മീഡിയം ടേം ആയിട്ടുള്ളതുണ്ട്, ഷോർട്ട് ടൈം ആയിട്ടുള്ളത്. ഇനി എന്താണ്, ഓണർഷിപ്പിനെ ബേസ് ചെയ്താണ് ഓൺഡ് സോഴ്സുകളും ഉണ്ട്, ബോറോഡ് സോഴ്സുകളും ഉണ്ട്. അതുപോലെ തന്നെ സോഴ്സ് ഓഫ് ജനറേഷനെ ബേസ് ചെയ്താണ് ഇന്റേണലും ഉണ്ട്, എക്സ്റ്റേണലുമായിട്ടുള്ള സോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ സോഴ്സ് ഓഫ് ഫിനാൻസിന്റെ ചാർട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് A to Z കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചോണം. ഇപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ സോഴ്സ് ഓഫ് ഫിനാൻസ് ബേസ്ഡ് ഓൺ ദി ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് കുറേ ഐറ്റംസ് വന്നിട്ട് ഇതിൽ എന്താണ് പെടാത്തത് ഏത് അല്ലെങ്കിൽ പെടുന്നത് ഏത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അതുകൊണ്ട് ഈ ചാർട്ട് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്താണ് ബോണ്ട്. എന്താണ് ബോണ്ട് എന്ന് നോക്കാം അല്ലേ. ബോണ്ട്സ് ആർ ഇഷ്യൂഡ് ബൈ ഓർഗനൈസേഷൻ ജനറലി ഫോർ ദ പീരീഡ് ഓഫ് more than 1 year to raise the money by borrowing. അതായത് ബോറോവിങ്ങിലൂടെ പണം റേസ് ചെയ്യാനായിട്ട്, മണി റേസ് ചെയ്യാനായിട്ട് ഓർഗനൈസേഷനുകൾ ഇഷ്യൂ ചെയ്യുന്ന, ഒരു വർഷത്തിൽ കൂടുതലായി ഇഷ്യൂ ചെയ്യുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത് ബോണ്ട് എന്ന്. ബോണ്ട്സ് ആർ ഇഷ്യൂഡ് ബൈ ഓർഗനൈസേഷൻ ജനറലി ഫോർ എ പീരീഡ് മോർ ദാൻ 1 year to raise the money by borrowing. A bond is a generally a form of debt which is investors pay to the issuers for a defined time frame. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ടൈം ഫ്രെയിം ഉണ്ടായിരിക്കും അല്ലേ. ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ടൈം ഫ്രെയിം വെച്ചുകൊണ്ടായിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ദ ബോണ്ട് ഈസ് ജനറലി എ ഫോം ഓഫ് ഡെപ്റ്റ്. എന്തിന്റെ ഫോമിലുള്ളതാണ്? ഡെപ്റ്റിന്റെ ഫോമിലുള്ളതാണ്. വിച്ച് ഈസ് ദ ഇൻവെസ്റ്റർ ടു പേ ടു ദ ഇഷ്യൂവർ. ഇഷ്യൂവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പേ ചെയ്യുന്നുണ്ട് ഫോർ എ ഡിഫൈൻഡ് ടൈം ഫ്രെയിം, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ടൈം ഫ്രെയിം വെച്ചുകൊണ്ട്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചോണം. എന്താണ് സീറോ കൂപ്പൺ ബോണ്ട്? സീറോ കൂപ്പൺ ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ബോണ്ട് വിച്ച് ഡു നോട്ട് ക്യാരി പീരിയോഡിക് ഇൻട്രസ്റ്റ് പേയ്മെന്റ്. പീരിയോഡിക്കൽ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഇല്ലാത്ത ബോണ്ടുകളാണ് ഏതെന്ന് പറയുന്നത്? സീറോ കൂപ്പൺ ബോണ്ട്സ് എന്ന് പറയുന്നത്. പീരിയോഡിക്കൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് പേയ്മെന്റുകൾ ഇല്ലാത്ത ബോണ്ടുകളാണ് ഏതെന്ന് പറയുന്നത്? സീറോ കൂപ്പൺ ബോണ്ട്സ് എന്ന് പറയുന്നത്. The issues of these bonds are made at a steep discount over the value and repaid at the face value on maturity.
അപ്പം ഓർത്ത് വെക്കുക, പീരിയോഡിക് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഇല്ലാത്ത ബോണ്ടുകളാണ് സീറോ കൂപ്പൺ ബോണ്ട്സ്. അതുപോലെ തന്നെ ഇത് ഇഷ്യൂ ചെയ്യുന്ന എങ്ങനെയായിരിക്കും? ഡിസ്കൗണ്ടിലായിരിക്കും, സ്റ്റീപ്പ് ഡിസ്കൗണ്ടിലായിരിക്കും. റീപേ ചെയ്യുന്ന എങ്ങനെയായിരിക്കും? ഫേസ് വാല്യൂലായിരിക്കും. മെച്യൂരിറ്റി എത്തുമ്പോൾ ഇത് റീപേ ചെയ്യുന്ന എങ്ങനെയായിരിക്കും? ഫേസ് വാല്യൂലായിരിക്കും. ഇഷ്യൂ ചെയ്യുന്ന എങ്ങനെയായിരിക്കും? ഡിസ്കൗണ്ടിലായിരിക്കും. റീപേ ചെയ്യുന്ന എങ്ങനെയായിരിക്കും? ഫേസ് വാല്യൂലായിരിക്കും. ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തതാണ് ഡിബഞ്ചർ. ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ഡിബഞ്ചർ ഈസ് ആൻ അക്നോളജ്മെന്റ് ഓഫ് ഡെപ്റ്റ് ടു ദ ഓർഗനൈസേഷൻ ഹാസ് ടേക്കൺ ഫ്രം ദ പബ്ലിക് അറ്റ് ലാർജ്. അപ്പോൾ ഓർത്ത് വെക്കുക, എന്താണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്? എന്താണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്? എന്താണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്? ഒരു അക്നോളജ്മെന്റ് ഓഫ് ഡെപ്റ്റ് ആണ്. അക്നോളജ്മെന്റ് ഓഫ് ഡെപ്റ്റ് ആണ്. എന്താണ്? ഓർഗനൈസേഷനുകൾ ഇഷ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ഓർഗനൈസേഷനുകൾക്കുള്ള അക്നോളജ്മെന്റ് ഓഫ് ഡെപ്റ്റ് ആണ്. ഇസ് ടേക്കൺ ഫ്രം ദ പബ്ലിക് അറ്റ് ലാർജ്. പബ്ലിക്കിൽ നിന്ന് ലാർജ് ആയിട്ട് എന്താണ് കളക്ട് ചെയ്യുകയാണ്. ഡിബഞ്ചേഴ്സ് ആർ ദ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ബൈ ദ കമ്പനീസ് ആൻഡ് ഗവൺമെന്റ് ടു ഇഷ്യൂ ദ ലോൺസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിബഞ്ചേഴ്സ് ആർ ദ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്. ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ഇഷ്യൂ ചെയ്യുന്നതാണ് യൂസ്ഡ് ബൈ ദ കമ്പനീസ് ആൻഡ് ഗവൺമെന്റ്സ് ടു ഇഷ്യൂ ലോൺസ്. ഗവൺമെന്റ്സും കമ്പനികളും ഒക്കെ എന്താണ്? ലോൺസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഡിബഞ്ചർ എന്ന് പറയുന്നത്. ദ ലോൺ ഈസ് ഇഷ്യൂഡ് ടു ദ കോർപ്പറേറ്റ്സ് ബേസ്ഡ് ഓൺ their reputation and fixed rate of interest. ഇത് എന്താണ്? കോർപ്പറേറ്റ്സിന് ഇഷ്യൂ ചെയ്യുന്ന എന്തിനെ ബേസ് ചെയ്താണ്? അവരുടെ റെപ്യൂട്ടേഷനെ അതുപോലെ തന്നെ ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ ഒക്കെ ബേസ് ചെയ്താണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ ഡിബഞ്ചേഴ്സും പഠിച്ച് വെക്കുക. അടുത്തതാണ് കൺവേർട്ടബിൾ ഡിബഞ്ചർ. കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡിബഞ്ചറിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും? ഷെയറുകളായിട്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഡിബഞ്ചേഴ്സ് ആർ അല്ലെ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു ഇക്വിറ്റി ഷെയർസ് ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് എ സ്പെസിഫൈഡ് പീരീഡ്. ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഡിബഞ്ചറുകളെയാണ് എന്തെന്ന് പറയുന്നത്? കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഓൺ ദ അതർ ഹാൻഡ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ആർ ദോസ് വിച്ച് കനോട്ട് be converted to the equity share. ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ഡിബഞ്ചറുകളെയാണ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് റെഡീമബിൾ ഡിബഞ്ചേഴ്സ്. റെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റെഡീമബിൾ ഡിബഞ്ചേഴ്സ് ക്യാരിങ് എ സ്പെസിഫിക് ഡേറ്റ് ഓൺ ഡിബഞ്ചർ ഓൺ സർട്ടിഫിക്കറ്റ്. എന്താണ്? ഒരു പർട്ടിക്കുലർ സർട്ടിഫിക്കറ്റും കൂടി എന്തിനുണ്ടായിരിക്കും? ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുണ്ടായിരിക്കും. അതിൽ എന്ത് മെൻഷൻ ചെയ്തിരിക്കും? ഇത്ര ഡേറ്റ് കഴിയുമ്പോൾ ഈ ഡിബഞ്ചർ എന്ത് ചെയ്യും? റെഡീം ചെയ്യുമെന്ന്. ദ റെഡീമബിൾ ഡിബഞ്ചേഴ്സ് ക്യാരി എ സ്പെസിഫിക് ഡേറ്റ്. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സ്പെസിഫിക് ഡേറ്റ് ഉണ്ടായിരിക്കും റിഡംഷൻ ഓൺ ദി സർട്ടിഫിക്കറ്റ്. ദ കമ്പനി ഈസ് ലീഗലി ബൗണ്ട്. ആ കമ്പനി എന്താണ്? ലീഗലി ബൗണ്ട് ആണ് to repay the principal amount to the debenture holders. debenture holders-ന് ആ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ എന്ത് ചെയ്യാനായിട്ട്? റെഡീം ചെയ്യാനായിട്ട് ആ എമൗണ്ട്, പ്രിൻസിപ്പൽ എമൗണ്ട് റീപേ ചെയ്യാനായിട്ട് കമ്പനികൾ എന്താണ്? ലീഗലി ബൗണ്ട് ആയിരിക്കും. ഏത് ഡിബഞ്ചറിന്റെ കേസിൽ? റെഡീമബിൾ ഡിബഞ്ചറിന്റെ കേസിൽ the company is legally bound to repay the principal amount to the debenture holders on that date. On the other hand, the irredeemable debentures are the debentures also known as perpetual debentures. Irredeemable debentures എന്ന് പറയുന്ന മറ്റൊരു പേരെന്നാ? perpetual debentures do not carry any date of the redemption. അത് എന്തുണ്ടായിരിക്കില്ല? ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ റെഡീം ചെയ്യും എന്നുള്ള ഒരു കാര്യം, ഒരു സർട്ടിഫിക്കറ്റ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഓർത്ത് വെക്കുക, റെഡീമബിൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ എന്ത് ചെയ്യും? റീപേ ചെയ്യും അല്ലെ റെഡീം ചെയ്യും എന്ന് പറയുന്ന ഡിബഞ്ചറുകളാണ് റെഡീമബിൾ ഡിബഞ്ചർ. അപ്പോൾ കമ്പനികൾ ലീഗലി ബൗണ്ടഡ് ആണ് ആ ഒരു പർട്ടിക്കുലർ ഡേറ്റ് ആകുമ്പോഴത്തേക്കിന് പ്രിൻസിപ്പൽ എമൗണ്ട് റീപേ ചെയ്യാനായിട്ട് എന്നുള്ള കാര്യമൊക്കെ ഓർത്ത് വെക്കുക. ഇറെഡീമബിൾ ഡിബഞ്ചർ എന്ന് പറയുന്ന മറ്റൊരു പേര് ഓർത്ത് വെക്കുക, പെർപെച്വൽ ഡിബഞ്ചർ എന്നാണ്. ഇനി അടുത്താണ് ഇക്വിറ്റി ഷെയർ. ഇക്വിറ്റി ഷെയർസ് ആർ ദ മെയിൻ സോഴ്സ് ഓഫ് ഫിനാൻസ് ഓഫ് എ ഫേം. ഒരു ഫേമിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഇഷ്യൂഡ് ടു ദ ജനറൽ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നതാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡു നോട്ട് എൻജോയ് ദ പ്രിഫറൻഷ്യൽ റൈറ്റ്. ഓർത്ത് വെച്ചോണം, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡു നോട്ട് എൻജോയ് ദ പ്രിഫറൻഷ്യൽ റൈറ്റ് വിത്ത് റിഗാർഡ്സ് ടു ദ റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻഡ്. ക്യാപിറ്റൽ കിട്ടാനോ റീപേയ്മെന്റ് ക്യാപിറ്റൽ അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് അല്ലെ ലിക്വിഡേഷന്റെ ഒക്കെ സമയത്ത് ക്യാപിറ്റൽ തിരിച്ചു കിട്ടാനും അതുപോലെ ഡിവിഡൻഡ് കിട്ടാനും ഒന്നും യാതൊരു രീതിയിലുള്ള പ്രിഫറൻസും ഇല്ലാത്ത ഷെയർ ഹോൾഡേഴ്സ് ആണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ദേ ആർ എൻറ്റൈറ്റിൽഡ് ടു ദ റെസിഡ്യൂവൽ ഇൻകം ഓഫ് ദി കമ്പനി ബട്ട് ദേ ആർ എൻജോയ് ദ റൈറ്റ്സ് ടു. അവർക്കൊരു റെഗുലർ ആയിട്ടുള്ള ഒരു ഇൻകം ഒന്നും ജനറേറ്റ് ചെയ്യുന്നില്ല, പക്ഷേ എന്താണ്? ദേ ഹാവ് എൻജോയ് ദ റൈറ്റ്സ് ടു കൺട്രോൾ ദ അഫേഴ്സ് ഓഫ് ദി ബിസിനസ്. ബിസിനസിനെ കൺട്രോൾ ചെയ്യാനുള്ള, ബിസിനസിന്റെ ഇന്റേണൽ ആയിട്ടുള്ള മാറ്റേഴ്സിലൊക്കെ ഇടപെടാനുള്ള റൈറ്റ്സ് ആർക്കുണ്ട്? ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ ദ റിയൽ ഓണേഴ്സ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ റിയൽ ഓണേഴ്സ് ആയിട്ടാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ കാൽക്കുലേറ്റ് അല്ലെ കൺസിഡർ ചെയ്യുന്നത്.
ഇനി അടുത്താണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അല്ലെ പ്രിഫറൻസ് ഷെയർസ് ആർ ദ ഷെയർസ് വിച്ച് ആർ പ്രിഫേർഡ് ഓവർ എ കോമൺ ഓർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻ പേയ്മെന്റ് ഓഫ് സർപ്ലസ് ഡിവിഡൻഡ്. അതായത് പേയ്മെന്റ് ഓഫ് സർപ്ലസ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്തും ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്തും അല്ലെങ്കിൽ എന്താണ് അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പിന്റെ സമയത്തും ഒക്കെ ഒരു പ്രിഫറൻസ് ഉള്ള ഷെയർ ഹോൾഡേഴ്സ് ആണ് ആരെന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആർ ദ ഫസ്റ്റ് ഗെറ്റ്, ഓർത്ത് വെക്കുക, ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആർ ദി ഫസ്റ്റ് ഗെറ്റ് ദ ഡിവിഡൻഡ് ഇൻ ദ കേസ് ഓഫ് കമ്പനീസ് ഡിസൈഡഡ് ടു പേ ദ ഡിവിഡൻഡ്. കമ്പനി ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം കിട്ടാനുള്ള പ്രിഫറൻസ് ആർക്കാണ്? ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണ്. ദ ഓണേഴ്സ് ഓഫ് ദ പ്രിഫറൻസ് ഷെയർസ് ഗെറ്റ് എ ഫിക്സഡ് ഡിവിഡൻഡ്. അപ്പോൾ ഓണേഴ്സ് ഓഫ് ദ പ്രിഫറൻസ് ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്ന പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കിട്ടുന്നുണ്ട്? ഒരു ഫിക്സഡ് ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്. ഹൗവർ ദ ഇവന്റ് ഓഫ് ലിക്വിഡേഷൻ, മസ്റ്റ് ആയിട്ടും പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു തവണ ക്വസ്റ്റ്യൻ വന്നതാണ്. ഹൗവർ ഇൻ ദ കേസ് ഓഫ് ലിക്വിഡേഷൻ, the company they are paid after the bond holders and creditors. ബോണ്ട് ഹോൾഡേഴ്സിനും ക്രെഡിറ്റേഴ്സിനും കൊടുത്തതിന് ശേഷം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ക്യാപിറ്റൽ റീപേ ചെയ്ത് കൊടുക്കുന്നത് ആർക്കാണ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. ഒന്നുകൂടി ഓർത്ത് വെച്ചോണം, അറ്റ് ദ ടൈം ഓഫ് ലിക്വിഡേഷൻ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ആർക്കാണ്? ബോണ്ട് ഹോൾഡേഴ്സിനും ക്രെഡിറ്റേഴ്സിനും കൊടുത്തതിന് ശേഷം ക്യാപിറ്റൽ ആർക്ക് കൊടുക്കും? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. ആർക്ക് കൊടുക്കുന്നതിന് മുന്നേ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുന്നേ. മസ്റ്റ് ആയിട്ടും പഠിക്കണം കേട്ടോ ആ ഒരു ഓർഡർ. ഇനി അടുത്തതാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ എ പ്രിഫറൻസ് ഷെയർ ഈസ് സെഡ് ടു ബി ക്യുമുലേറ്റീവ് വെൻ അരിയേഴ്സ് ഓഫ് ദി ഡിവിഡൻഡ് ആർ ക്യുമുലേറ്റഡ് സച്ച് ആസ് ദ അരിയേഴ്സ് ആർ പെയ്ഡ് ബിഫോർ പേയിങ് എനി ഡിവിഡൻഡ് ഓഫ് ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ അരിയർ വരുത്തുകയാണ്, അതായത് ഇവർക്ക് ഡിവിഡൻഡ് കൊടുക്കുന്നതിൻ്റെ അകത്ത് അരിയർ വരുത്തുന്നുണ്ട് എങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഈ അരിയറുകളെല്ലാം പേ ചെയ്തതിന് ശേഷം മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാവുള്ളൂ. അത്തരത്തിലുള്ള പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണ് എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. എ പ്രിഫറൻസ് ഷെയർ ഈസ് സെഡ് ടു ബി ക്യുമുലേറ്റീവ് വെൻ ദ അരിയേഴ്സ് ഓഫ് ദ ഡിവിഡൻഡ് ആർ ക്യുമുലേറ്റീവ് ആൻഡ് സച്ച് അരിയേഴ്സ് ആർ പെയ്ഡ് ബിഫോർ പേയിങ് ദ ഡിവിഡൻഡ് ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡർ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുന്നേ ഇത്തരത്തിലുള്ള അരിയേഴ്സ് എല്ലാം ക്യുമുലേറ്റ് ചെയ്ത് അത് കൊടുത്തതിന് ശേഷം മാത്രം എന്താ ചെയ്യുക? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്ന അത്തരത്തിലുള്ള ഒരു പ്രിഫറൻസ് ഉള്ള ഷെയർ ഹോൾഡേഴ്സ് ആണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. ദീസ് company has the 10,000 8% preference shares of ₹100 each. They dividend for 2017 and 18 not be paid so far. അതായത് എന്താണ് 10,000 8% പ്രിഫറൻസ് ഷെയർസ് 100 ഈച്ച് ഉള്ള ഒരു കമ്പനി ആയിരുന്നു. ആ കമ്പനിയിൽ എന്താണ് 2017 18 എന്താണ് ഡിവിഡൻഡ് അവർ എന്ത് ചെയ്തില്ല? കൊടുത്തില്ല. അതായത് അവിടെ അരിയറായി. ദ ഡയറക്ടർ ബിഫോർ ദേ ആർ പേയിങ് ദ ഡിവിഡൻഡ് ഓഫ് ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി 2019 ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുന്നേ ഈ 2017-18 അരിയർ മൊത്തത്തിൽ തീർത്തതിന് ശേഷം മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് 2019 എന്ത് കൊടുക്കാവുള്ളൂ? ഡിവിഡൻഡ് കൊടുക്കാവുള്ളൂ. അത്തരത്തിലുള്ള പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണ് ആരെന്ന് പറയുന്നത്? ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അടുത്താണ് participating preference shares. Participating preference shares are those preference shares which are entailed in addition to the preference dividend at a fixed rate. അതൊരു ഫിക്സഡ് റേറ്റിൽ എന്താണ് ഒരു പ്രിഫറൻസ് ഡിവിഡൻഡ് കിട്ടുകയാണ്. അതായത് എല്ലാവർക്കും എന്താണ് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന് ശേഷം വീണ്ടും എന്താണ് പ്രോഫിറ്റ് മിച്ചം ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റിന്മേൽ അവകാശമുള്ളവരാണ് ആരെന്ന് പറയുന്നത്? പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ആർ ദോസ് ഷെയർസ് വിച്ച് ആർ എൻറ്റൈറ്റിൽഡ് ഇൻ അഡീഷൻ ടു ദ പ്രിഫറൻസ് ഡിവിഡൻഡ് at a fixed rate to participate in the balance of profit with the equity shareholders after they get a fixed rate of dividend on their shares. They participate in the balance of profit with the equity shareholders after they get എന്താണ് ഫിക്സഡ് റേറ്റ്. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തതിന് ശേഷവും ബാക്കി മിച്ചം എന്തുണ്ട് പ്രോഫിറ്റിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടാനുള്ള ഒരു ഫിക്സഡ് റേറ്റിൽ ഡിവിഡൻഡ് കിട്ടാനുള്ള റൈറ്റ് ഉള്ള പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണ് പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മുടെ CC-യിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. വിദഗ്ധരായിട്ടുള്ള അധ്യാപകർ നയിക്കുന്ന നെറ്റ്, കൊമേഴ്സ്, മാനേജ്മെന്റ്, അതുപോലെ തന്നെ എക്കണോമിക്സ്, ജനറൽ പേപ്പർ, ഇംഗ്ലീഷ്,
CSIR ഫിസിക്സിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനും നല്ല കൃത്യമായിട്ട് പഠിക്കാനും താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമ്മളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണുവാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും രീതിയിലുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്